ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വോയിസ് ഓഫ് പാർവണ എന്ന മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. വിന്നേഴ്സിനുള്ള പ്രൈസ് കൊടുക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന മുഖ്യ അതിഥി ഒരു നർത്തകിയാണ്, ഗായികയാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് പ്രശസ്തമായതും ഈ റിയാലിറ്റി ഷോയുടെ സ്പോൺസർ കൂടിയായ പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന ഇന്റർനാഷണൽ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണ്. So ladies and gentlemen, let's call upon here Miss Anupama Gopalakrishnan Nair. Ma'am, a few words please. Yeah, sure. Thank you. ഞാനൊരു ഗായികയാണ്, നർത്തകിയാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ് എന്നൊക്കെ വിശേഷിപ്പിച്ച് ഞാൻ കേട്ടു. ഒരളവ് വരെ ഇതൊക്കെ സത്യമാണെങ്കിലും ഈ വേദിയിൽ കുറച്ചു നേരം മുൻപ് പെർഫോം ചെയ്തവരുമായി കമ്പയർ ചെയ്യുമ്പോൾ കലാപരമായി സത്യത്തിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈ പറഞ്ഞ ബിസിനസ് മാഗ്നറ്റ്, സത്യത്തിൽ എൻ്റെ ഡാഡിയുടെ ഹാർഡ് വർക്കിലൂടെ വളർത്തിയെടുത്ത ഈ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു മകളെന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടി വന്നു എന്നത് മാത്രമാണ് എനിക്ക് ഈ കമ്പനിയുമായിട്ടുള്ള ഒരു റിലേഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു മാം. വിനയം അനുപമയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. താങ്ക് യു. ഡിയർ ഓഡിയൻസ്, ഇനി ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് അനുപമയിലെ സാമൂഹ്യ പ്രവർത്തകയാണ്. ബോംബെയിലെ ചേരികളിൽ ജനിച്ചു വളർന്ന കലാവാസനയുള്ള സമർത്ഥരായ കുട്ടികളെ സംഗീതവും നൃത്തവും മറ്റും ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കാനും അവരെ സാഹചര്യങ്ങളുടെ പുറമ്പോക്കുകളിൽ നിന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ഒരു സ്ഥാപനം അനുപമ നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങിയ ചിലരെങ്കിലും ഇന്നറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അതെൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന സ്ഥാപനമാണ്. ബോംബെയിലെ ആ സ്ഥാപനം മാത്രമല്ല, ദുബായിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അമ്മയുടെ പേരിൽ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കഴിവുകൾ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരാൻ പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനി 2 മ്യൂസിക്കൽ ആൽബംസും റിലീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് പാർട്ടിസിപ്പൻസ്, ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ആൽബത്തിലെ സിംഗേഴ്സ് നിങ്ങൾ ആരെങ്കിലും ആവാം. വിൽ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. മോളെ മോളെ എണീക്കേ എണീക്കേ മോളെ. എന്താ പ്രഭടുത്തി? ദേ മോളെ കാണാൻ ആരോ വന്നിരിക്കുന്നു. പോയിട്ട് പിന്നെ വരാൻ പറ. ദേ അയാള് കുറെ ദൂരെന്നാ. കണ്ടിട്ട് ഏതോ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. എണീക്കേ. ഹലോ, അങ്ങനെയല്ല. നമസ്തേ. അത് പോരാ. ഗുഡ് മോർണിംഗ്. അത് വേണ്ട, കുറച്ചുകൂടി. എങ്ങനെയൊന്ന് ഇംപ്രസ് ചെയ്യാ? ഒരൈഡിയ വരുന്നില്ല. വട്ടാണോ? ഓ സർ. യെസ്. ഹലോ, ഹായ്. What do you want? Humayun. It's for Humayun from Calicut. Musician. പാടും, പിന്നെ കീബോർഡും പ്ലേ ചെയ്യും. മലയാളത്തിൽ പറഞ്ഞോളൂ. അയ്യോ മാഡം, ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബോംബെയിലെ തെരുവിലെ കുട്ടികൾക്ക് വേണ്ടി മാഡം നടത്തുന്ന സ്കൂളിൻ്റെ കാര്യം ഇന്നലെ TV പരിപാടിയിൽ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സംഗീതം ഈശ്വരൻ്റെ ഭിക്ഷയാണല്ലോ. അതിനുള്ളൊരു അവസരം പാവങ്ങൾക്ക് ഒരുക്കാന്ന് പറഞ്ഞാൽ റിയലി ഗ്രേറ്റ്, സിംപ്ലി ഗ്രേറ്റ് മാഡം. ഓക്കെ, നിങ്ങൾ ആദ്യം വന്ന കാര്യം പറ. വേറൊന്നുമല്ല മാഡം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിംഫണി ചെയ്യണമെന്ന്. ഈസ്റ്റേൺ വെസ്റ്റേൺ രീതികളുടെ ഫ്യൂഷൻ. അതിന് പക്ഷേ പണം വേണം, ഫണ്ട്. മാഡം, ഞാൻ മാഡത്തിന് സ്പോൺസറായിട്ടാണ് കാണുന്നത്. മാഡം എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഞാൻ ഇന്ന് 11:30 ഫ്ലൈറ്റിൽ ലണ്ടനിൽ പോവാം. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ? ഓ മാഡം, മാഡം ഒരു മിനിറ്റ്. ഈ CD-യിൽ എൻ്റെ പെർഫോമൻസ് ഉണ്ട്. മാഡം ഒന്ന് കാണണം സമയം കിട്ടുമ്പോൾ. ഷെയിംലെസ്. മാഡം, എന്താടോ? മാഡത്തിന്റെ ഫോൺ നമ്പറോ? വിളിക്കാം. ഓക്കെ, 8089991999. ഓക്കെ, 8089991999.
എന്റെ നമ്പറില്ലേ? അതെ. അല്ല, പ്രഭേടത്തിക്കല്ലേ ആരും വിളിക്കുന്നില്ലെന്നുള്ള പരാതി ഉണ്ടായിരുന്നേ. അതിതോടങ്ങ് തീർന്നോട്ടെ. ഉം? ഉം. ശക്തിയാണ്. ഹലോ ശക്തി. ഗുഡ് മോർണിംഗ്. കാലത്ത് 10 മണിക്ക് ഓഫീസിൽ വന്നിരുന്നെങ്കിൽ ആ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് തരാമായിരുന്നു. അതെങ്ങനെ ശക്തി? ഞാൻ രാവിലെ റിയാദിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. അവിടുന്ന് ബഹ്റിൻ, പിന്നെ മസ്കറ്റ്. നാളത്തെ കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരൂ. അറിയാം സർ, സബ്ജക്റ്റിന്റെ സീരിയസ്നെസ് കൊണ്ടാണ്. ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരുന്നു. എടോ, കാലത്തെ 10 മണിക്ക് ഒരു മീറ്റിംഗ് ചാർട്ട് ചെയ്യും. എവിടെ? നമ്മുടെ ദുബായ് ഓഫീസിൽ ശക്തികരമായിട്ട് ഇന്നാ. ഓ, ഓക്കെ പപ്പ, ഗ്ലോബലൈസേഷൻ ഇംപ്രൂവ് ആയതോടെ തേർഡ് വേൾഡ് കൺട്രീസ് മാർക്കറ്റുകളിൽ വലിയ കമ്പനികളുടെ മത്സരത്തിനൊപ്പം നമുക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പുതിയ ഗിമിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൽ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രാവശ്യം കൂടി ആവുമ്പോ പപ്പ ഈ കാര്യം എന്നോട് 443 വട്ടം പറഞ്ഞു കഴിഞ്ഞു. തെറ്റി മോക്ക് തെറ്റി. പപ്പ 441 വട്ടമേ പറഞ്ഞിട്ടുള്ളൂ. 2 കൂടി പോയി. നിന്നെ ഞാൻ ബ്ലെയിം ചെയ്യല്ല. കൾച്ചറൽ ആക്ടിവിറ്റീസും പ്രോഗ്രാമും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ നീ പപ്പയെ സഹായിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ വളരെ ലേസിയാണ് എന്നല്ലേ പറഞ്ഞു വന്നത്? സമ്മതിച്ചു. ഈ കാര്യം പപ്പ എത്ര വട്ടം മോളോട് പറഞ്ഞിട്ടുണ്ട്? 443. അപ്പൊ അനുമോൾ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പപ്പ പറയുന്നത്? മോൾ അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ 3 മണിക്ക് നമ്മുടെ ദുബായ് ഓഫീസിൽ എത്തണം. മീറ്റിംഗിൽ പങ്കെടുക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഉടനെയുള്ള ഫ്ലൈറ്റ് പിടിക്കുന്നു. അനുമോള് പപ്പയുടെ ഓഫീസിൽ എത്തുന്നു. നമ്മൾ നമ്മുടെ പുതിയ മൂവ്മെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ. യെസ്. സുനിലല്ലേ? സുനിൽ? My name is Venkaraj from Chennai. സോറി. And your good name? என்ன madam? മാഡം, ഞാൻ ഹുമയൂൺ. മാഡം. ഹായ് ശക്തി. ഹായ് അനു. How are you? Yeah, fine. Yeah, come.
ഇന്ന് GK സാർ നല്ല ത്രില്ലില്ല. അനു വരുമെന്ന് വിചാരിച്ചിരുന്നില്ലത്രേ. ഉത്തരവാദിത്ത ബോധം കൂടിയിട്ടുണ്ടോന്നൊക്കെ കുഞ്ഞമ്മദക്കയോട് പറയുന്ന കേട്ടു. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ടേ എളുപ്പ.